ഹായ്, വെൽക്കം ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. നമ്മൾ CUT എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. അതിൻ്റെ 2024 ചോദിച്ച PYQ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് SSCയുടെ CHSL എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നേരിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അതിനെക്കുറിച്ച് കിട്ടും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് പൊളിറ്റിക്കൽ പാർട്ടി ലെഡ് ദ മൂവ്മെൻറ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പഞ്ചാബി സഭ? ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് പഞ്ചാബി സഭ എന്നുള്ള ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ ഫോർമേഷനിലേക്ക് നയിച്ചിട്ടുള്ളത്? ഒന്ന് കോൺഗ്രസ്, ലോക്ദൾ, അകാലിദൾ ആൻഡ് CPI. ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് പഞ്ചാബി സഭ എന്ന മൂവ്മെൻറ്റ് രൂപീകരിക്കാൻ സഹായിച്ചിട്ടുള്ളത്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അകാലിദൾ എന്ന് പറയാം, നമുക്കറിയാം സിഖുകാരാണ് അല്ലേ, സിഖുകാരുടെ ഒരു സംഘടനയായിരുന്നു. ഇതാണ് പഞ്ചാബി സഭ ഉദ്ദേശിക്കുന്നത്. അവരുടെ ലക്ഷ്യം പഞ്ചാബ് അതുപോലെ ഹരിയാന ഈ 2 സ്റ്റേറ്റും രൂപീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈസ്റ്റ് പഞ്ചാബിൽ നിന്ന് ഹരിയാന പ്രത്യേകമായിട്ട് രൂപീകരിക്കാനുള്ള ഒരു കാരണവും കൂടിയാണ് ഇവർ. അപ്പോൾ തീർച്ചയായും അകാലിദളാണ്. ഇതിൽ കോൺഗ്രസിനെ നമുക്കറിയാം 1885 ഫോം ചെയ്ത ഒരു പാർട്ടിയാണ്. നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ CPI അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPMൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഏതായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു എമോങ് ദ ഫോളോവിങ് ലെഡ് ദ ആൻറ്റി ബ്രാഹ്മി മൂവ്മെൻറ്റ് വർക്ക്ഡ് ഫോർ ദ ജസ്റ്റിസ് പാർട്ടി ആൻഡ് ഓൾസോ ഫൗണ്ടഡ് ദ്രാവിഡാർ കഴകം സ്ഥാപിക്കുകയും ജസ്റ്റിസ് പാർട്ടി അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്ത വ്യക്തി ആരാണ്? AK ഗോപാലൻ, EV രാമസ്വാമി നായ്ക്കർ, K കാമരാജ്, പോറ്റി ശ്രീരാമലു. ആരായിരിക്കും? ദ്രാവിഡ കഴകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ, അദ്ദേഹത്തെയാണ് നമ്മൾ ഫേമസ് ആയി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, പെരിയാർ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. പിന്നെ ഇതിലുള്ള മറ്റു ഓപ്ഷൻ AK ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പ്രശസ്തനായൊരു നേതാവായിരുന്നു AK ഗോപാലൻ. K കാമരാജ്, അതും തമിഴ്നാട്ടിൽ ബേസിലുള്ള ഒരു വ്യക്തിയായിരുന്നു കാമരാജ്. പോറ്റി ശ്രീരാമലു, അദ്ദേഹം നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ത്യയിൽ സ്റ്റേറ്റ് ഫോർമേഷൻ നമുക്കറിയാം ഫസൽ അലിയുടെ കീഴിൽ ഒരു കമ്മീഷൻ വരെ വന്നത് ഏതിൻ്റെ തുടർന്നാണ്? ആന്ധ്രാപ്രദേശിന് പ്രത്യേകമായിട്ടൊരു ആന്ധ്രയെ പ്രത്യേക സംസ്ഥാനമായി രൂപീകരിക്കണമെന്ന് തെലുങ്ക് സംസാരിക്കുന്നവർ പ്രത്യേക സമരം നടത്തി. ആ സമരത്തിൽ നിരാഹാരം കിടന്ന് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. അപ്പോൾ അദ്ദേഹത്തെ മറക്കരുത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സ്റ്റേറ്റ് ഫോർമേഷൻ, നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫസൽ അലി കമ്മീഷൻ 1953 അത് രൂപീകരിക്കപ്പെടുന്നത്. പിന്നീടാണ് ഇന്ത്യയിൽ സ്റ്റേറ്റുകളൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് BAMCEF സ്റ്റാൻഡ് ഫോർ? ഇത് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതായത് SC ST തുടങ്ങിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ രൂപീകരിച്ചാണ്, അവരുടെ എംപ്ലോയീസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ രൂപീകരിച്ചൊരു കമ്മീഷനാണ്. കമ്മീഷനല്ല, അവരുടെ ഒരു ഓർഗനൈസേഷനാണ്. നെക്സ്റ്റ്, ദ മണ്ഡൽ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഡാഷ് ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ. ആരാണ് മണ്ഡൽ കമ്മീഷൻ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി, സമാജ്വാദി പാർട്ടി. ആരായിരിക്കും? ജനതാ പാർട്ടിയാണ്. നമ്മളിപ്പോൾ പറയുന്ന BJPയുടെ ആദ്യത്തെ രൂപം ജനതാ പാർട്ടിയായിരുന്നു. അന്ന് മണ്ഡൽ കമ്മീഷൻ BP മണ്ഡലിൻ്റെ കീഴിലാണ് ഒരു മൈനോറിറ്റി കമ്മീഷൻ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കണം, ഇതൊരു മൈനോറിറ്റി കമ്മീഷനായിരുന്നു. മൈനോറിറ്റികൾക്ക് വേണ്ടി, എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ടതായിരുന്നു. 1979 ഇതിനു മുമ്പ് ഇത് സെക്കൻഡ് മൈനോറിറ്റി കമ്മീഷനാണ്. ഇതിനു മുമ്പ് ഫസ്റ്റ് 1953 ഫോം ചെയ്ത് 1955 ഒരു കമ്മിറ്റി ഉണ്ട്. അത് കാക്ക കേൽഗർ കമ്മീഷൻ. അത് ആദ്യം രൂപീകരിച്ച മൈനോറിറ്റി കമ്മീഷനായിരുന്നു. പിന്നീടാണ് BP മണ്ഡലിനെ നിയമിച്ചത് ജനതാ പാർട്ടി. അന്ന് ജനതാ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ 1974 നാഷൻ വൈഡ് സ്ട്രൈക്ക് ബൈ ഓൾ ദ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേസ് വാസ് ലെഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോവിങ് ലീഡേഴ്സ്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വ്യവസായ സമരമായിരുന്നു ഇത് 1974 റെയിൽവേ തൊഴിലാളികളുടെ ഒരു സമരം. ഓൾ എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേസ് വാസ് ലെഡ് ബൈ ദ വിച്ച് ഓഫ് ദ ഫോളോവിങ്. അപ്പോൾ ഒരു നാഷൻ വൈസ് ആയിട്ടുള്ള സ്ട്രൈക്ക് ആയിരുന്നു. അത് ആരാണ് നയിച്ചിട്ടുള്ളത്? ജയപ്രകാശ് നാരായൺ, ചാരു മജുംദാർ, ജോർജ് ഫെർണാണ്ടസ്, ഇന്ദിരാഗാന്ധി ഒരിക്കലുമല്ല. പിന്നെ ഓപ്ഷൻ 3 കറക്റ്റ്, ജോർജ് ഫെർണാണ്ടസ് ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ സമരം നടന്നിട്ടുള്ളത്. പക്ഷേ ഇന്ദിരാഗാന്ധി നിങ്ങൾ ഓപ്ഷനിൽ കണ്ടോ, അവരുടെ കാലത്താണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരെ അവർ നേരിട്ട വലിയൊരു സമരമായിരുന്നു ഈ ഓൾ ഇന്ത്യ റെയിൽവേ എംപ്ലോയീസിൻ്റെ സമരം. അതിൻ്റെ മെയിൻ ലീഡറായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. ഒരുപാട് ആളുകൾ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വ്യക്തിയത നിങ്ങൾക്കറിയാം, ജയപ്രകാശ് നാരായൺ. ആരാണ് ജയപ്രകാശ് നാരായൺ? അദ്ദേഹവും ഇന്ത്യയിൽ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു. ആദ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തായിരുന്നു, പിന്നീട് അദ്ദേഹം ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരെ വലിയ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. അദ്ദേഹത്തെ JP എന്ന് നമ്മൾ അറിയപ്പെടുന്നു. അദ്ദേഹമൊക്കെ +2 നമ്മളെ പൊളിറ്റിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബഹുജൻ സമാജ് പാർട്ടി? അല്ലേ, BSP എന്ന് പറയും. BSP ഇപ്പോഴും നിലവിലുള്ളൊരു പാർട്ടിയാണ്. മായാവതി, BR അംബേദ്കർ, ജഗ്ജീവൻ റാം, കൻഷിറാം. ആരാണ്? കൻഷിറാമാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇത് കൻഷിറാമുമായിട്ട് അല്ലേ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കൻഷിറാം എന്നറിയപ്പെടുന്നത്. ഇതിലിപ്പോൾ ഇതിൻ്റെ BSPയുടെ തലപ്പത്തിരിക്കുന്നത് ആരാണ്? മായാവതിയാണ്. അത് മനസ്സിലാക്കുക, മായാവതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ മോഡൽ ഓഫ് ട്രാൻസിഷൻ ഇൻ റഷ്യ, സെൻട്രൽ ഏഷ്യ ആൻഡ് ഈസ്റ്റ് യൂറോപ്പ് ദാറ്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേൾഡ് ബാങ്ക് ആൻഡ് ദ IMF came to be known as. അതായത് IMFൻ്റെയും അതുപോലെ വേൾഡ് ബാങ്കിൻ്റെയും ഇൻഫ്ലുവൻസ് കാരണത്താൽ ഈസ്റ്റ് യൂറോപ്പിൽ, സെൻട്രൽ ഏഷ്യയിൽ, റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയൊരു ട്രാൻസിഷൻ നടന്നു. അതായത് എക്കണോമിക് ട്രാൻസിഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? കറന്റ് തെറാപ്പി, ഷോക്ക് തെറാപ്പി, ഫിസ്ക്കൽ തെറാപ്പി, ഗ്ലാസ്നോസ്. ഏതാണ് ഉത്തരം? ഷോക്ക് തെറാപ്പിയാണ്. ഷോക്ക് തെറാപ്പി. അതായത് റഷ്യയിലൊക്കെ ഗോർബച്ചേവ് നിങ്ങൾക്കറിയാം, അതുവരെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് സ്റ്റാലിനൊക്കെ ഭരിച്ച സ്ഥലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലത്ത് ഗോർബച്ചേവ് അധികാരത്തിൽ വന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ, എക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് പോളിസികളിൽ മാറ്റം വന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ട്രാൻസിഷൻ നടന്നു. അതാണ് ഷോക്ക് തെറാപ്പി. അത് നമുക്കറിയാം, ഫേമസ് ആയ ഗോർബച്ചേവിൻ്റെ 2 നയങ്ങളായിരുന്നു ഗ്ലാസ്നോസ്റ്റും ആൻഡ് പെരിസ്ട്രോയിക്ക. അതിൽ ഗ്ലാസ്നോസ്റ്റ് തുറന്നത് ഓപ്പൺനെസ് എന്നർത്ഥം. ഓപ്പൺനെസ്, തുറന്ന വാതിൽ നയം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷോക്ക് തെറാപ്പി യൂറോപ്പിൽ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് ഇയർ വാസ് മിഖേൽ ഗോർബച്ചേവ് എലക്റ്റഡ് ആസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടി ഓഫ് ദ സോവിയറ്റ് യൂണിയൻ? ഇത് നിങ്ങൾക്കറിയാം, +2 ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനപ്പെട്ട വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്ററി എന്നല്ല, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് സോവിയറ്റ് യൂണിയൻ്റെ. അതുപോലെ ബൈ പാർട്ടി സിസ്റ്റം, അതായത് ബൈപോളാർ സിസ്റ്റം, ദ്വിധ്രുവ ആയിട്ടുള്ള അമേരിക്കയും സോവിയറ്റ് യൂണിയനൊക്കെ 2 ധ്രുവങ്ങളിൽ നിന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മിഖേൽ ഗോർബച്ചേവ് എന്നാണ് എലക്ട് ചെയ്യപ്പെട്ടത്? അത് ഓപ്ഷൻ 4 ആണ്, 1985. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഷോക്ക് തെറാപ്പി മറ്റുള്ള ഒരുപാട് നയങ്ങൾ വന്നിട്ടുള്ളത്. അത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു. പുതിയൊരു എക്കണോമിക് ഓർഡർ വേൾഡിൽ വന്നു. പിന്നീട് ഒരു ബൈപോളാർ പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വേൾഡ് എന്തായി മാറി? അത് യൂണിപോളാർ അല്ലെങ്കിൽ ഏകധ്രുവമായി അമേരിക്കയായി അതിൻ്റെ ഹെഡായി മാറിയ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. നെക്സ്റ്റ് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺട്രീസ് ഹാവ് നോട്ട് ആക്സെപ്റ്റഡ് യൂറോ ആസ് ദ കോമൺ കറൻസി? അതായത് യൂറോപ്പിൽ കോമൺ കറൻസി ആയിട്ട് യൂറോ ഉണ്ട്, പക്ഷേ ചില യൂറോപ്യൻ രാജ്യങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഏതാണ് ആ രാജ്യങ്ങൾ? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ, ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ആസിയാൻ റീജിയൻ ഫോം, ARF, ആസിയാൻ regional form established in 1994 is the organization that carries out the coordination of. നമുക്കറിയാം ആസിയാൻ എന്ന് പറഞ്ഞാൽ എന്താ? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അല്ലേ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് ആണ്. ഇതിൻ്റെ കീഴിലുള്ളൊരു റീജിയണൽ ഫോം രൂപീകരിക്കപ്പെട്ടു 1994. ഇത് എന്തിനു വേണ്ടിയാണ്? ട്രേഡ് ആൻഡ് ഫിനാൻസ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സോളിഡാരിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലേബർ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടായിരുന്നു അത് രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ നമുക്കറിയാം നാറ്റോ വളരെ ഇപ്പോഴും പ്രധാനപ്പെട്ടൊരു
സംഘടനയാണ് നാറ്റോ. അപ്പോൾ നിങ്ങൾ ഇത്തരം ഓർഗനൈസേഷനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ. നാറ്റോ ഓൾറെഡി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ്. അതുപോലെ ആസിയാൻ അത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോവിങ് നാഷൻസ് അഡോപ്റ്റഡ് ആൻ ഓപ്പൺ ഡോർ പോളിസി ആൻഡ് എക്കണോമിക് റിഫോംസ് ഇൻ 1978 ഓപ്പൺ ഡോർ പോളിസി എന്നുള്ള നയം പിന്തുടർന്ന ആരാണ്? സൗത്ത് കൊറിയ, ചൈന, USA, ജപ്പാൻ. ഏതാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുമ്പോൾ? അത് നമുക്കറിയാം, എക്കണോമിക് റിജിഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് അത് തുറന്നു കൊടുത്തു, വേൾഡിന് തുറന്നു കൊടുത്തത് ചൈനയാണ്. 1978 ആ സംഭവം ഓപ്പൺ ഡോർ പോളിസി ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ചൈനയാണ്. സൗത്ത് കൊറിയ, USA, ജപ്പാൻ ഇവരൊക്കെ എന്താണ് മുതലാളിത്ത രാജ്യങ്ങളാണ്. അവർ നേരത്തെ ഇത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചൈന ലിബറലൈസേഷൻ, ചൈനയും കമ്മ്യൂണിസത്തിൻ്റെ കീഴിലായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? അവരുടെ പോളിസിയിലൊക്കെ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻ 1966 ഹു മെയ്ഡ് ദ 6-point പ്രപ്പോസൽ ഫോർ ദ ഗ്രേറ്റ് ഓട്ടോണമി ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ? നമുക്കറിയാം, ഈസ്റ്റ് പാകിസ്ഥാൻ, ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് വെസ്റ്റ് പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ഇപ്പോൾ നമുക്കറിയാം യുദ്ധമൊക്കെ ഉണ്ടായതുകൊണ്ട് റീസെൻ്റ്ലി പ്രധാനപ്പെട്ടൊരു ഡിസ്കഷനാണ് പാകിസ്ഥാനുമായിട്ടുള്ള കാര്യങ്ങൾ. അന്ന് 1971 ഈസ്റ്റ് പാകിസ്ഥാൻ എന്തായി മാറുന്നത്? അത് 2 പാകിസ്ഥാൻ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പിന്നീട് 71 ഈസ്റ്റ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിക്കുകയും അവർ ബംഗ്ലാദേശ് എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു. അല്ലേ? നമുക്ക് ബംഗ്ലാദേശ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമുക്ക് ഇന്ത്യക്ക് വിജയം നേടിയ ഒരു പ്രധാനപ്പെട്ട ഒരു മിഷനായിരുന്നു. അതിന് ആ സമയത്ത് 1966 ആരാണ് 6-point പ്രപ്പോസൽ ഉണ്ടാക്കിയത്? ഈ പാകിസ്ഥാനിന് ഓട്ടോണമി കിട്ടാൻ വേണ്ടിയിട്ട് ആരാണ് ഈ 6-point പ്രപ്പോസൽ നിർമ്മിച്ചത്? ആരാണ് അത്? ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. അദ്ദേഹമാണ് ബംഗ്ലാദേശിൻ്റെ ഫാദർ ഓഫ് നാഷൻ. എന്നാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കാരനാണ്. യഹിയ ഖാൻ പാകിസ്ഥാൻകാരനാണ്. സുൽഫിക്കർ അലി ഭൂട്ട് അവരൊക്കെ പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിമാരും നേതാക്കളൊക്കെ ആയിരുന്നു. ഇവിടെ ബംഗ്ലാദേശിൻ്റെ വ്യക്തിയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അവരുടെ മക്കളൊക്കെയാണ് ഇപ്പം ബംഗ്ലാദേശിൽ നമുക്കറിയാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും വളരെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഏരിയകളിലൂടെ നിങ്ങളുടെ പഠനം നടക്കട്ടെ. താങ്ക്